എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ അല്ലേ, പുതിയ ടെക്സ്റ്റ് ബുക്ക്, അതായത് പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്റർ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അംശബന്ധം. നാം കഴിഞ്ഞ വർഷം അതായത് 7ാം ക്ലാസ്സിൽ അല്ലേ ഇതുപോലൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അതായത് 6ാമത്തെ ചാപ്റ്റർ അല്ലേ, 6ാമത്തെ ചാപ്റ്റർ റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ അല്ലേ, അംശബന്ധത്തെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനേക്കാൾ കുറച്ചുകൂടി കാര്യങ്ങളാണ് നാം ഈ വർഷം പഠിക്കാൻ പോകുന്നത്. അതായത് ആൾജിബ്ര ഉപയോഗിച്ചുകൊണ്ട്, അതായത് ബീജഗണിതം ഉപയോഗിച്ചുകൊണ്ട് ഈ റേഷ്യോയുടെ അളവുകൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നാം ഈ വർഷം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ നോക്കിയേ, ഇവിടെ ഞാനൊരു ചതുരം വരച്ചിട്ടുണ്ട് അല്ലേ, ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ അളവുകൾ ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ, അതായത് ഇതിൻ്റെ ഉയരം 1 സെൻറ്റിമീറ്റർ, ഇതിൻ്റെ നീളം 2 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേഷ്യോ, അതായത് അംശബന്ധം എങ്ങനെയാണ് പറയുക എന്ന് നമുക്കറിയാം അല്ലേ. അതായത് ഇപ്പോൾ നോക്കിയാൽ ഉയരവും ഈ നീളവും തമ്മിലുള്ള അംശബന്ധം. അപ്പോൾ നമുക്കറിയാം ഉയരവും നീളവും അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്, ഉയരവും നീളവും തമ്മിലുള്ള അംശബന്ധം എങ്ങനെ പറയുക. ആദ്യം ഉയരം പറയാം അല്ലേ. അതായത് ഇപ്പോൾ നമുക്ക് ഉയരത്തിന് നമുക്ക് h എന്ന് കൊടുക്കാം, ഹൈറ്റ് ഈസ് ടു ലെങ്ത് അല്ലേ, നീളത്തിന് L എന്ന് കൊടുത്തു. അപ്പോൾ ഉയരവും നീളവും അല്ലെങ്കിൽ ഉയരം അല്ലെങ്കിൽ വീതി എന്ന് വേണമെങ്കിൽ കൊടുത്തു. അപ്പോൾ ഉയരവും വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം നമുക്ക് എങ്ങനെ പറയാം. ഉയരം 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ നീളം 2 സെൻറ്റിമീറ്റർ അല്ലേ. അതായത് = 1:2 എന്ന് നമ്മൾ പറയും അല്ലേ. അതായത് ഇവിടെ നോക്കിയാൽ h ഹൈറ്റ് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നീളം 2 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റേഷ്യോ, അതായത് അംശബന്ധം. ഇനി ഇതിനെ നമ്മൾ ഫ്രാക്ഷൻ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ എന്ത് എഴുതും. 1:2 നമുക്ക് 1/2 എന്ന് എഴുതാം അല്ലേ. 1/2 എന്ന് നമ്മൾ എഴുതും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇപ്പം ഇവിടെ നോക്കിയേ, ഇവിടെ ഉയരവും നീളവും തമ്മിലുള്ള അംശബന്ധമാണ് 1:2. അതായത് ഉയരം 1 ആണെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിരിക്കും നീളം അല്ലേ. ഇനി നമുക്ക് തിരിച്ചു ചോദിക്കുകയാണെങ്കിലോ, ഇനി നീളവും ഉയരവും തമ്മിലുള്ള അംശബന്ധം എന്താണ്. ഇവിടെ ശ്രദ്ധിക്കുക, നീളവും ഉയരവും തമ്മിലുള്ള അംശബന്ധം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഏതെഴുതേണ്ടി വരും, നീളം എഴുതണം അല്ലേ. അപ്പൊ നീളവും ഉയരവും തമ്മിലുള്ള അംശബന്ധം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നോക്കിയാൽ L:h. അപ്പൊ h:l എന്ന് പറയുന്നതും L:h എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസം മനസ്സിലായല്ലോ. h:l എന്ന് പറഞ്ഞാൽ ആദ്യം h എഴുതണം അല്ലെ. ആദ്യം h ഹൈറ്റ്, അപ്പൊ 1, ഇവിടെ ലെങ്ത് 2, അപ്പൊ 1:2 എന്ന് എഴുതി. ഇവിടെ L:h, അതായത് ലെങ്ത് നീളം ഈസ് ടു ഉയരം. അപ്പൊ നീളം എത്രയാണോ 2 = 2:1. അതായത് നീളത്തിന്റെ പകുതിയായിരിക്കും അല്ലെ. നീളം 2 ആണെങ്കിൽ ഹൈറ്റ് എത്രയുള്ളൂ, ഹൈറ്റ് 1 ഉള്ളൂ, ഇതിന്റെ പകുതിയുള്ളൂ അല്ലെ. ഇവിടെ നോക്കിയാൽ 1:2, അതായത് ഉയരം 1 ഉണ്ടെങ്കിൽ നീളം അതിന്റെ ഇരട്ടി. ഇവിടെ അക്കാര്യം തന്നെ നേരെ തിരിച്ചു പറയുന്നു അല്ലെ. അതായത് നീളത്തിന്റെ പകുതിയായിരിക്കും ഉയരം. മനസ്സിലായല്ലോ. ഓക്കെ. ഇനി ഇവിടെ നോക്കിയാൽ ഇപ്പൊ ഇതിന്റെ അളവ് ഇതിപ്പോ ഒരു 3 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഇതൊരു 3 സെന്റിമീറ്റർ, ഇതൊരു 1 സെന്റിമീറ്റർ തന്നെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ h-ഉം L-ഉം തമ്മിലുള്ള അംശബന്ധം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും. h എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹൈറ്റ്, ഈ ചതുരത്തിന്റെ ഹൈറ്റ്, ഇതിന്റെ നീളം, ഇവ തമ്മിലുള്ള അംശബന്ധം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും. h:l, അല്ലെങ്കിൽ h-ന് പകരം w കൊടുക്കാം, വിഡ്ത്ത് അല്ലെ, വീതി ഈസ് നീളം, അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. എന്തായാലും ഇതിന്റെ അംശബന്ധം നമുക്ക് എങ്ങനെ പറയാം. h:l എന്ന് പറഞ്ഞാൽ h അല്ലെ, ഹൈറ്റ് എത്രയാണ് 1:, ഇനി ലെങ്ത് എത്രയാണ് 3. അതായത് വീതി അല്ലെങ്കിൽ ഉയരം 1 ആണെങ്കിൽ അതിൻ്റെ നീളം 3 ഉണ്ടായിരിക്കും അല്ലെ. അതായത് 3 ഇരട്ടി ഉയരം എത്രയാണോ അതിൻ്റെ 3 ഇരട്ടിയായിരിക്കും നീളം ഉണ്ടാവുക അല്ലെ. ഇനി ഉയരം ഇതിൻ്റെ ഇരട്ടിയായാലോ, അതായത് 2 സെൻറ്റിമീറ്റർ ആയാലോ നീളം എന്തായിരിക്കും, അതിൻ്റെ ഇരട്ടിയാകും അല്ലെ. 3 എന്നുള്ളത് 6 ആവും. അപ്പൊ ഇവിടെ 2 സെൻറ്റിമീറ്റർ ആയി കഴിഞ്ഞാൽ ഇവിടെ 6 സെൻറ്റിമീറ്റർ ആകും അല്ലെ. അപ്പൊ അതാണ് h:l എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഈസ് ടു ലെങ്ത് എന്ന് പറഞ്ഞാൽ 1:3 അല്ലെ. ഇനിയിപ്പോ നമ്മളിവിടെ തിരിച്ചു പറഞ്ഞാലോ, ഇപ്പൊ ലെങ്ത്തും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ ചോദിച്ചു നമ്മളോട്. അപ്പൊ എപ്പോഴും ചോദ്യം ശ്രദ്ധിക്കണം, ഏത് തമ്മിലുള്ള റേഷ്യോ എങ്ങനെയാണെന്ന് നോക്കണം. ആദ്യം ഏതാണോ പറയുന്നത് അതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ഇനി ഇവിടെ നോക്കിയാൽ ലെങ്ത്തും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ ലെങ്ത്തും ഹൈറ്റും, അപ്പൊ ലെങ്ത് കണ്ട, ലെങ്ത്തും ഹൈറ്റും ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഏത് എഴുതണം, ആദ്യം ലെങ്ത് എഴുതണം 3:1. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, ലെങ്ത് 3 ആണെങ്കിൽ ഹൈറ്റ് 1 ഉണ്ടാവും. ഇനി ലെങ്ത് 6 ആണെങ്കിലോ, ലെങ്ത് ഇതിന്റെ ഇരട്ടിയായി, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താവും, ഇതിന്റെ ഇരട്ടിയാകും അല്ലെ.
ഇതിൻ്റെ ഇരട്ടിയാകും. ഇനി ലെങ്ത് ഇതിൻ്റെ പകുതിയായി വിചാരിക്കുക. ലെങ്ത് 3 1.5 1.5 സെൻറ്റിമീറ്ററായി. അങ്ങനെയാണ് ഹൈറ്റ് എന്താവും? ഹൈറ്റ് 1ൻ്റെ പകുതിയാവും അല്ലേ, 0.5 സെൻറ്റിമീറ്റർ ആവും. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമുക്ക് നോക്കിയാൽ ഞാൻ വേറൊരു ചിത്രം വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ നീളം ഒരു 12 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. 12 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ വീതി ഒരു 8 സെൻറ്റിമീറ്റർ. ഓക്കെ. ഇവിടെ നമുക്ക് ഈ വീതിയും അല്ലെങ്കിൽ ഉയരവും നീളവും തമ്മിലുള്ള റേഷ്യോ എങ്ങനെ പറയാം? എന്തായിരിക്കും അതിൻ്റെ റേഷ്യോ? അതായത് h ഹൈറ്റ് ഈസ് ടു ലെങ്ത്, ലെങ്ത് എന്തായിരിക്കും? ഇവിടെ h അല്ലേ, ഹൈറ്റ് ആണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് എഴുതണം? h ആദ്യം എഴുതണം. h 8:12. ഇവിടെ നമുക്ക് ഇതിൻ്റെ റേഷ്യോ 8:12 എന്ന് എഴുതാം അല്ലേ. പക്ഷേ നമുക്കറിയാം, സാധാരണയായി നമുക്ക് കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്, റേഷ്യോ എഴുതുമ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ രൂപത്തിലായിരിക്കും എഴുതേണ്ടത് അല്ലേ. ഏറ്റവും ചെറിയ സംഖ്യയുടെ രൂപത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ നമുക്കിവിടെ 8:12 എന്ന് പറയുമ്പോൾ അത് വലിയ സംഖ്യയാണ് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമുക്ക് ചെറുതാക്കി കൊണ്ടുവരണം അല്ലേ. അപ്പോൾ ഒന്നുകിൽ നോക്കിയാൽ 8ഉം 12ഉം. അപ്പോൾ 8നെയും 12നെയും നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. അപ്പോൾ 8ൽ എത്ര 4 ഉണ്ട്? 2 4 ഈസ്റ്റു 12ൽ എത്ര 4 ഉണ്ട്? 12ൽ 3 4 അല്ലേ, 3 4. അപ്പോൾ നമുക്ക് 2നെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2:3 കിട്ടി. അപ്പോൾ ഇവ തമ്മിലുള്ള റേഷ്യോ എന്താണ്? h 2 ആണെങ്കിൽ ലെങ്ത് 3 ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? ഇനി h 4 ആയി എന്ന് വിചാരിക്കുക, അതായത് ഇതിൻ്റെ ഇരട്ടി 2 എന്നുള്ളത് 4 ആയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ലെങ്ത് എന്ത് വരും? 3 എന്നുള്ളത് 6 ആയി വരും അല്ലേ. അപ്പോൾ ഇത് ഇരട്ടിയായി കഴിഞ്ഞാൽ ഇതും ഇരട്ടിയാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ പെട്ടെന്ന് നമുക്ക് 8:12 2:3 ചില കുട്ടികൾക്ക് ഒരു പക്ഷേ എഴുതാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ എന്ത് വേണം? അതിനെ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മനസ്സിലായല്ലോ? ഇപ്പോൾ 8:12 അതിനെ ആദ്യം ചെറുതാക്കാം. എന്തുകൊണ്ട്? എന്ത് ചെയ്യാം? 8നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ എളുപ്പത്തിൽ. ഓക്കെ. അപ്പോൾ നമുക്ക് 4 എന്ന് കിട്ടി അല്ലേ. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ. അപ്പോൾ നമുക്ക് 4:6 എന്ന് കിട്ടി. ഇനി വീണ്ടും നമുക്ക് 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ. 2 പ്രാവശ്യം 2 × 2 4. അപ്പോൾ 2 കിട്ടി. 6നെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. പറ്റും അല്ലേ. 3 2 ഉണ്ട് 6ൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2:3. കണ്ടില്ലേ? അപ്പോൾ ഇതേ ഉത്തരം തന്നെ കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക? ഇതേ രൂപത്തിൽ ചെയ്യാം. ഇനി ഇത് തിരിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ചോദിച്ചു വിചാരിക്കുക, ലെങ്ത് ഈസ് ടു ഹൈറ്റ്. ആ റേഷ്യോ പറയാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ലെങ്ത് ഈസ് ടു ഹൈറ്റ് അല്ലേ. അപ്പോൾ ലെങ്ത് ആദ്യം എഴുതണം. 12:8. കണ്ടില്ലേ? 12:8. അപ്പോൾ അത് തെറ്റിക്കാൻ പാടില്ല. അപ്പോൾ എന്ത് വരും? ഇപ്പോൾ 12 അല്ലേ, 4 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. 12ൽ എത്ര 4 ഉണ്ട്? 3 4 ഉണ്ട്. 8ൽ എത്ര 4 ഉണ്ട്? 2 4. അപ്പോൾ ഇവിടെ 3:2 എന്ന് വന്നു അല്ലേ. നേരത്തെ കിട്ടിയ 2:3, ഇവിടെ 3:2. ലെങ്ത് 3 ആണെങ്കിൽ ഹൈറ്റ് എത്രയായിരിക്കും? 2 ഉണ്ടാവുള്ളൂ. ഇനി ഒരെണ്ണം കൂടി നോക്കിയാൽ, ഇവിടെ നോക്കിയാൽ ഇതൊരു ചെറിയൊരു പാത്രം അല്ലെങ്കിൽ ഒരു ബക്കറ്റാണെന്ന് വിചാരിച്ചോളൂ. ഒരു ബക്കറ്റ്. ഇത് അതിൻ്റെയൊക്കെ അല്പം കൂടി വലിപ്പമുള്ള ഒരു ബക്കറ്റ്. ഓക്കെ. അപ്പോൾ ഇതിലൊരു 15 ലിറ്റർ വെള്ളം കൊള്ളും. 15 ലിറ്റർ വെള്ളം കൊള്ളും. ഇതിലൊരു 20 ലിറ്റർ വെള്ളം കൊള്ളും. ഇനി നമുക്ക് ചെറിയ ബക്കറ്റിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെയും വലിയ ബക്കറ്റിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെയും റേഷ്യോ എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ ഒരു ശ്രദ്ധിക്കുക. ആദ്യം ഞാൻ എന്താ പറഞ്ഞത്? ചെറിയ ബക്കറ്റിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെയും വലിയ ബക്കറ്റിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെയും റേഷ്യോ അല്ലേ, എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അപ്പോൾ ഇവിടെ നോക്കി, ആദ്യം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാം അല്ലേ, ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതാം. അപ്പോൾ എങ്ങനെയാണ് ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതുക? അപ്പോൾ ആദ്യം ചെറിയ ബക്കറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ചെറിയ ബക്കറ്റിൽ 15, വലിയ ബക്കറ്റിൽ 20 അല്ലേ. അപ്പോൾ നമുക്ക് ഇതേപോലെ ആദ്യം വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഭിന്നസംഖ്യ അല്ലേ, ഫ്രാക്ഷനിൽ എഴുതാം. അപ്പോൾ നമ്മോട് ചെറിയ ബക്കറ്റിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെയും വലിയ ബക്കറ്റിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെയും റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എഴുതാം. ചെറിയ ബക്കറ്റിൽ കൊള്ളുന്ന വെള്ളം 15 ബൈ വലിയ ബക്കറ്റിൽ കൊള്ളുന്ന വെള്ളം 20 അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 15/20 അല്ലേ. രണ്ടിനെയും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പോൾ 15ൽ എത്ര 5 ഉണ്ട്? 3 5 ഉണ്ട്. 20ൽ എത്ര 5 ഉണ്ട്? 4 5 അല്ലേ. അപ്പോൾ നമുക്കിതിനെ 3/4 നീട്ടി. അതായത് റേഷ്യോ എന്ത് വരും? റേഷ്യോ അംശബന്ധം എന്തായിരിക്കും? ചെറിയ ബക്കറ്റ് 3 ആണെങ്കിൽ വലിയ ബക്കറ്റിൽ 4 അല്ലേ. 3:4. അതായത് ചെറിയ ബക്കറ്റിൽ 3 ആണ് കൊള്ളുന്നതെങ്കിൽ വലിയ ബക്കറ്റിൽ 4 കൊള്ളും. മനസ്സിലായില്ലേ? അപ്പോൾ ചെറിയ ബക്കറ്റിൽ 15 കൊണ്ടു കഴിഞ്ഞാൽ വലിയ ബക്കറ്റിൽ 20 കൊള്ളും. അപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ രൂപത്തിലാണ് നമ്മൾ എഴുതുക. അപ്പോൾ 15ഉം 20ഉം എന്നുള്ളതിൻ്റെ ഏറ്റവും ചെറിയ രൂപം എന്താണ്? 3:4 അല്ലേ. അപ്പോൾ ഇതിൽ 3 കൊള്ളുകയാണെങ്കിൽ ഇതിൽ 4 കൊള്ളും. ഇനി നേരെ തിരിച്ച് ചോദിച്ചിരുന്നെങ്കിലോ?
അതായത് വലിയ ബക്കറ്റിൽ കൊള്ളുന്ന അല്ലെങ്കിൽ വലിയ പാത്രത്തിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ ചെറിയ പാത്രത്തിൽ കൊള്ളുന്ന വെള്ളത്തിന്റെയും റേഷ്യോ എഴുതാൻ പറഞ്ഞാലോ? അപ്പൊ ഇവിടെ വലിയ ബക്കറ്റാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത് അല്ലേ? അതായത് വലിയ പാത്രമാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് എഴുതണം നമ്മളിവിടെ? നേരെ തിരിച്ചെഴുതണം. അതായത് 20/15. മനസ്സിലായില്ല? അപ്പൊ ചോദ്യം ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം ഉത്തരം എഴുതാൻ. അപ്പൊ വലിയ ബക്കറ്റിൽ കൊള്ളുന്ന വെള്ളത്തിന്റെയും ചെറിയ ബക്കറ്റിൽ കൊള്ളുന്ന വെള്ളത്തിന്റെയും റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം വലിയ ബക്കറ്റിലുള്ളത് എഴുതി, അതിനുശേഷം അടിയിൽ ചെറിയ ബക്കറ്റ് എഴുതി. ഇനിയിപ്പോൾ എന്ത് വരും? ഇതിൽ എത്ര അഞ്ചുണ്ട്? 4 അഞ്ചുണ്ട്. ഇവിടെ എത്ര അഞ്ചുണ്ട്? 3 അല്ലേ? അപ്പോൾ റേഷ്യോ എന്ത് വരും? റേഷ്യോ = 4:3 അല്ലേ? അപ്പോൾ വലിയ ബക്കറ്റിൽ 4 കൊള്ളുന്നതെങ്കിൽ ചെറിയ ബക്കറ്റിൽ 3 കൊള്ളും. ഇവിടെ ചെറിയ ബക്കറ്റാണ് ചോദിച്ചത് ആദ്യം അല്ലേ? ചെറിയ ബക്കറ്റും വലിയ ബക്കറ്റുമുള്ള റേഷ്യോ വയ്ക്കുമ്പോൾ ചെറിയ ബക്കറ്റിൽ 3 ആണെങ്കിൽ വലിയ ബക്കറ്റിൽ 4. മനസ്സിലായല്ലോ? അപ്പൊ ചോദ്യം നല്ലവണ്ണം വായിച്ചിട്ട് വേണം നമ്മൾ റേഷ്യോ എഴുതാൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിന്റെ പേജ് നമ്പർ 128 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് പെയർസ് ഓഫ് മെഷേഴ്സ് ഫൈൻഡ് ദി റേഷ്യോ ഓഫ് ദി സ്മോളർ ടു ദി ലാർജർ. അപ്പൊ ചോദ്യം നല്ലവണ്ണം വായിച്ചു നോക്കാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? സ്മോളർ ടു ദി ലാർജർ ആണ് അല്ലെ? അതായത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എന്ത്? ഓരോ ജോഡി, ഓരോ പെയർ അളവുകൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? ഇപ്പൊ 4 മീറ്റർ, 12 മീറ്റർ, 8 ലിറ്റർ, 20 ലിറ്റർ, 20 കിലോഗ്രാം, 25 കിലോഗ്രാം അല്ലെ? അങ്ങനെ നമുക്ക് ഒരു പെയറുകളായിട്ട് അളവുകൾ തന്നിട്ടുണ്ട്. അതിന്റെ ചെറുതും വലുതും തമ്മിലുള്ള അംശബന്ധമാണ് കാണേണ്ടത് അല്ലെ? അത് ശ്രദ്ധിക്കുക. സ്മോളർ ടു ലാർജർ, ചെറുതും വലുതും തമ്മിലുള്ള അംശബന്ധം. അപ്പൊ നാം എന്ത് ചെയ്യണം? ആദ്യം ചെറുത് എഴുതിയിട്ട് വേണം വലുത് എഴുതാൻ അല്ലെ? അപ്പൊ ഇവിടെ നോക്കിയാൽ 4 മീറ്റർ, 12 മീറ്റർ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആദ്യം ഇതിനെ ഫ്രാക്ഷൻ ആക്കി എഴുതാൻ പറ്റും അല്ലെ? ചെറുതാണ് ആദ്യം എഴുതിയിട്ടുള്ളത്. അപ്പൊ ചെറുത് നമ്മൾ എന്ത് ചെയ്യാം? ചെറുത് നമുക്ക് മുകളിൽ എഴുതാം, പിന്നെ വലുത് അടിയിൽ എഴുതാം അല്ലെ? അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. അതിന്റെ ആവശ്യമില്ല, നമുക്ക് നേരിട്ട് തന്നെ അംശബന്ധം എഴുതാനും പറ്റും അല്ലെ? ഇപ്പൊ നമ്മൾ ഫ്രാക്ഷൻ എഴുതാണെങ്കിൽ എങ്ങനെ എഴുതും? ചെറുതും വലുതും തമ്മിലുള്ള അംശബന്ധമാണ് ചോദിച്ചിട്ടുള്ളത്. 4/12 അല്ലെ? അപ്പൊ ഇവിടെ നോക്കിയാൽ 4/12 നമുക്ക് ചെറുതാക്കി എഴുതാൻ പറ്റും അല്ലെ? ചെറിയ രൂപത്തിൽ എഴുതാം. ഇവിടെ നോക്കിയാൽ ഇവിടെ 4, ഇവിടെ 12. ഇത് രണ്ടിനെയും നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ 4ൽ എത്ര 4 ഉണ്ട്? ഒരു 4. അപ്പൊ 1. 12ൽ എത്ര 4 ഉണ്ട്? 3 4 ഉണ്ട് 12ൽ അല്ലെ? അപ്പൊ ഇങ്ങനെ എഴുതാം. ഇത് ഒറ്റയടിക്ക് എഴുതാൻ കിട്ടാത്തവർ എന്ത് ചെയ്യാം? 4നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? അപ്പൊ ശ്രദ്ധിക്കുക, 4/12 ഒറ്റയടിക്ക് നമുക്ക് ചെറുതാക്കാൻ അറിയാത്തവര് ആദ്യം 2 കൊണ്ട് 2നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ 2 കിട്ടും. ഇനി 12ൽ എത്ര 2 ഉണ്ട്? 6 2. അപ്പൊ നമുക്ക് 2/6 കിട്ടും. ഇനി വീണ്ടും നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം 2 കൊണ്ട് അല്ലെ? 2ൽ എത്ര 2 ഉണ്ട്? ഒരു 2. 6ൽ എത്ര 2 ഉണ്ട്? 3 2. കണ്ട? അപ്പൊ 1/3. അപ്പൊ ഇവിടെ നമുക്ക് അതന്നെ കിട്ടി. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് 1/3. 1/3 വെച്ചാൽ 1ഉം 3ഉം പ്രൈം നമ്പർ ആണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഇനി നമുക്കിതിനെ ചെറുതാക്കാൻ പറ്റില്ല. അപ്പോൾ ചെറിയ അളവും വലിയ അളവും എങ്ങനെയാണ്? 1/3. റേഷ്യോയിലാക്കുമ്പോൾ എങ്ങനെ എഴുതും? റേഷ്യോ അംശബന്ധം എന്തായിരിക്കും? അംശബന്ധം 1:3, 1:3 അല്ലേ? അപ്പം ഈ ചെറിയ അളവും വലിയ അളവും തമ്മിലുള്ള അംശബന്ധം എന്താണ്? 1:3. അപ്പം ഡയറക്റ്റിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 4:12 എന്ന് എഴുതാം. 4:12 എഴുതിയിട്ട് 2നെയും നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ 1:3 എന്ന് കിട്ടി. ഓക്കെ. ഇനി നമുക്ക് അടുത്ത് നോക്കിയാൽ 8 ലിറ്റർ, 20 ലിറ്റർ. ഇവിടെ എന്താണ്? ചെറുതും വലുതും തമ്മിലുള്ള അംശബന്ധമാണ് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം വേണമെങ്കിൽ നമുക്ക് ഫ്രാക്ഷൻ ആയത് ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതണമെങ്കിൽ എന്തെന്ന് എഴുതാൻ പറ്റും? ഇവിടെ ഇതേപോലെ തന്നെ ചെറുതും വലുതുമാണ് അല്ലേ? അപ്പോൾ ആദ്യം ചെറുത് 8 വലുത് 20. അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് എഴുതുമ്പോൾ 8/20 എന്ന് എഴുതാം. ഭിന്നസംഖ്യ ആയിട്ട് എഴുതുമ്പോൾ അല്ലേ? അപ്പോൾ 8/20 നമുക്ക് ചെറിയ രൂപത്തിൽ എഴുതുമ്പോൾ എന്ത് വരും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നോക്കിയാൽ 8/20 അല്ലേ? അപ്പോൾ പെട്ടെന്ന് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയുന്നവർക്ക് അറിയാം 4 കൊണ്ട് 2നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം അല്ലേ? 8ൽ എത്ര 4 ഉണ്ട്? 8ൽ 2 4 ഉണ്ട്. 20ൽ എത്ര 4 ഉണ്ട്? 20ൽ 5 4 അല്ലേ? അപ്പം 2/5 കിട്ടി. അല്ലാത്തവർ എന്ത് ചെയ്യണം? അല്ലാത്തവർ 8/20 അതിനാദ്യം 2 കൊണ്ട് 2നെയും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 8ൽ 4/20 എത്ര 2 ഉണ്ട്? 10 2. അപ്പോൾ 4/10 കിട്ടി. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2/5 കിട്ടി. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് 2/5 കിട്ടി. ഇവിടെ ഇനി നമുക്ക് ഇതിനെ ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. രണ്ടും നമുക്കറിയാം, രണ്ടും അഭാജ്യ സംഖ്യകളാണ് അല്ലേ? അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ചെറുതാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റേഷ്യോ എഴുതാമല്ലോ. റേഷ്യോ അംശബന്ധം ഏതാണ്? 2:5. ചെറുത് 2 ആണെങ്കിൽ വലുത് 5 ആയിരിക്കും. മനസ്സിലായല്ലോ? ഇതാണ് റേഷ്യോ.
ഓക്കെ, ഇനി അടുത്ത് നോക്കിയാൽ 20 കിലോഗ്രാം ഉണ്ട്, 25 കിലോഗ്രാം ഉണ്ട്. ഇവിടെയും ചെറുതും വലുതും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 20/25. അത് നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാണെങ്കിൽ 20/25 എന്ന് എഴുതാം അല്ലേ. ഇനി 20/25 നമുക്ക് ചെറുതാക്കുമ്പോൾ എന്ത് വരും? ഇവിടെ നോക്കിയാൽ രണ്ടുകൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം, പക്ഷേ ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ. പക്ഷേ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം എന്താണ്, ഇവിടെ 20, ഇവിടെ 25 പെട്ടെന്ന് നമുക്കറിയാം 5ന്റെ അല്ലേ, 5ന്റെ ഗുണിതങ്ങളാണ് രണ്ടും, 5ന്റെ മൾട്ടിപ്പിൾസ് ആണ് രണ്ടും അല്ലേ. അപ്പോൾ നമുക്ക് 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര 5 ഉണ്ട് 20ൽ? 4 5 ബൈ 25ൽ എത്ര 5 ഉണ്ട്? 5 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4/5 എന്ന് കിട്ടി. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ റേഷ്യോ ചെയ്താലോ ഇനി ചെയ്താക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ. റേഷ്യോ എന്തായിരിക്കും? 4:5. റേഷ്യോ 4:5. ഈ ചെറിയത് 4 ആണെങ്കിൽ വലുതിൻ്റെ അളവ് 5. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്കതിൽ രണ്ടാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. എ ക്യാൻ കണ്ടെയ്ൻസ് 4 liters ഓഫ് വാട്ടർ ആൻഡ് അനദർ ക്യാൻ 14 ലിറ്റർ അല്ലേ. അതായത് ഒരു ക്യാൻ, ഒരു പാത്രത്തിൽ 4 ലിറ്ററും മറ്റൊരു പാത്രത്തിൽ 14 ലിറ്ററും വെള്ളമുണ്ട് അല്ലേ. അപ്പോൾ രണ്ട് പാത്രങ്ങൾ, ഒന്നിൽ 4 ലിറ്റർ വെള്ളം, രണ്ടാമത്തേതിൽ 14 ലിറ്റർ വെള്ളം അല്ലേ. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ദി എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ദി സ്മോളർ ക്യാൻ ടു ദി എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ദി ലാർജർ ക്യാൻ അല്ലേ. അപ്പോൾ ചോദ്യം വായിച്ചു നോക്കാം. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ചെറിയ പാത്രത്തിലെയും വലിയ പാത്രത്തിലെയും വെള്ളത്തിന്റെ അളവുകൾ തമ്മിലുള്ള റേഷ്യോ എന്ത്, അംശബന്ധം എന്ത് അല്ലേ. അപ്പൊ ആദ്യത്തെ പാത്രം ചെറിയ പാത്രം, അപ്പൊ ചെറിയ പാത്രത്തിലെയും വലിയ പാത്രത്തിലെയും വെള്ളത്തിന്റെ അംശബന്ധമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പൊ നമ്മളോട് ആദ്യം എന്താ പറഞ്ഞിട്ടുള്ളത്? ചെറിയ പാത്രത്തിന്റെ അളവ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 4 ലിറ്റർ അല്ലേ. അതായത് ചെറിയ പാത്രം സ്മോൾ ക്യാനിൽ ചെറിയ പാത്രത്തിൽ എത്രയുണ്ട് വെള്ളം? 4 ലിറ്റർ വെള്ളം, 4 ലിറ്റർ. ഇനി വലിയ പാത്രത്തിലോ? ലാർജർ ക്യാൻ അല്ലേ. വലിയ പാത്രത്തിൽ എത്ര വെള്ളമുണ്ട്? 14 ലിറ്റർ വെള്ളമുണ്ട്. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ചെറിയ പാത്രത്തിലുള്ള വെള്ളവും വലിയ പാത്രത്തിലെ വെള്ളവും തമ്മിലുള്ള അംശം എന്താണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആദ്യം എഴുതാം, വേണമെങ്കിൽ അത് ഫ്രാക്ഷൻ ആക്കിയത് അല്ലേ. ചെറിയ പാത്രം വലിയ പാത്രം, അപ്പോൾ ചെറിയ പാത്രം ആദ്യം എഴുതി 4/14 അല്ലേ. ഇതാണ് ഫ്രാക്ഷൻ അല്ലേ. ഇനി നമുക്ക് വേണമെങ്കിൽ 4/14 എങ്ങനെ ചെറുതാക്കാൻ പറ്റും? രണ്ടിനെയും നമുക്ക് നോക്കിയാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇതിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 2/4 2 ഉണ്ട് 2 14 2 ഉണ്ട് 7 അല്ലേ. അപ്പോൾ നമുക്ക് 2/7 കിട്ടി അല്ലേ. അപ്പോൾ 2/7. അപ്പോൾ ഇനി 2/7 നമുക്ക് ഇനി ചെറുതാക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമുക്ക് റേഷ്യോ എന്ത് എഴുതാം? 2:7 അല്ലേ. അപ്പോൾ റേഷ്യോ അംശബന്ധം = 2:7. റേഷ്യോ 2:7, അംശബന്ധം 2:7 അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അതിൽ മറ്റൊരു ചോദ്യം കൊണ്ടുണ്ടല്ലോ. ഇഫ് 1 more liter ഓഫ് വാട്ടർ ഈസ് poured into each can, what would this ratio become അല്ലേ. അപ്പോൾ ഈ രണ്ട് പാത്രമുണ്ട്, രണ്ട് പാത്രത്തിൽ ഒരേ ലിറ്റർ വെള്ളം കൂടി അതിൽ ഒഴിച്ചു. ഇതിലും 1 ലിറ്റർ വെള്ളം ഒഴിച്ചു, ഇതിലും 1 ലിറ്റർ വെള്ളം ഒഴിച്ചു അല്ലേ. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും റേഷ്യോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അതായത് ഇവിടെ നമ്മൾ ഈ പാത്രത്തിലേക്ക് ആദ്യം 1 ലിറ്റർ വെള്ളം ഒഴിച്ചു, അതായത് സ്മോളർ ക്യാൻ അല്ലേ. സ്മോളർ ക്യാൻ, ചെറിയ ക്യാനിലെ വെള്ളത്തിൻ്റെ അളവ് എന്തായി? ആദ്യം 4 ലിറ്റർ ഉണ്ട്, അതിൻ്റെ കൂടെ 1 ലിറ്റർ കൂടുതൽ ഒഴിച്ചു അല്ലേ. അപ്പം എത്ര വന്നു? 5 ലിറ്റർ. 5 ലിറ്റർ വെള്ളം ഇപ്പം ഇതിലായി അല്ലേ. ഇനി ഇതിലോ? ലാർജർ ക്യാനിലോ? ലാർജർ ക്യാൻ, വലിയ ക്യാനിൽ ആദ്യം 14 ലിറ്റർ ഉണ്ടായിരുന്നു വെള്ളം, അതിൻ്റെ കൂടെ 1 ലിറ്ററും കൂടി ഒഴിച്ചു അല്ലേ. അപ്പോൾ എത്ര കിട്ടി? 15 ലിറ്റർ വെള്ളം അപ്പോൾ അവിടെ ആയി, ആ പാത്രത്തിലായി അല്ലേ. അങ്ങനെയാണെങ്കിൽ ചെറുതും വലുതും തമ്മിലുള്ള അംശബന്ധം എന്തായിരിക്കും? നമുക്കറിയാം. ഇവിടെ നമുക്ക് ഫ്രാക്ഷൻ എഴുതാണെങ്കിൽ 5/15 അല്ലേ. ചെറുതിൽ 5 ആണെങ്കിൽ വലുതിൽ 15. അപ്പോൾ 5/15 നമുക്ക് എഴുതാം. 5/15 രണ്ടിനെയും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ 5ൽ 1 5 ഉണ്ട്, 15ൽ 3 5 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് 1/3 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ റേഷ്യോ എന്തായി? റേഷ്യോ വലിയ പാത്രവും ചെറിയ പാത്രവും തമ്മിലുള്ള റേഷ്യോ എന്ത് വരും? 1:3, 1:3. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ഇത് എഴുതണമെന്നില്ല അല്ലേ. ഇപ്പോൾ റേഷ്യോ എഴുതുമ്പോൾ നമുക്ക് 5:, ഇങ്ങനെ എഴുതാം, 5:15 എന്ന് എഴുതാം അല്ലേ. 5:15 എന്ന് എഴുതാം. പിന്നെ എന്ത് ചെയ്യുക? ഇതിനെ ചെറുതാക്കി എഴുതണം, മനസ്സിലായില്ലേ. അപ്പോൾ 5ൽ എത്ര 5 ഉണ്ട്? 1 5 ഉണ്ട്. അപ്പോൾ നമുക്ക് 1:15 എത്ര 5 ഉണ്ട്? 3 അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതിയാലും മതി. ഇവിടെ നമുക്ക് ഇത് എഴുതേണ്ട നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ആദ്യം ഫ്രാക്ഷനിൽ എഴുതി അല്ലെ, ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതിയിട്ട് അതിനെ മാറ്റി. മനസ്സിലായല്ലോ. ഇനി നമുക്ക് പഠിക്കാവുന്നത് ആൾജിബ്രയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.